ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ബിണ്ടി ഫ്രൈന് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു തവയിൽ, ഒരു ഫ്രൈങ് പാനിൽ. അപ്പോൾ അതിലാദ്യം നമുക്ക് ഈ ബിണ്ടി ഒന്ന് വറുത്തെടുക്കാം. ഒരു ഷാലോ ഫ്രൈ ആണ്, അധികം എണ്ണ ഒഴിക്കാണ്ട് അതൊന്ന് വാട്ടിയെടുക്കാൻ മതി. അധികം വറക്കാന്ന് പറഞ്ഞാൽ വറക്കണ്ട, ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം പിന്നെ ഒരു പൊട്ടറ്റോ ഉണ്ട്. ഇതൊരു 200 ഗ്രാമാണുള്ളത് ബിണ്ടി. അതിന് ശേഷം ഈ പൊട്ടറ്റോ ഒന്ന് അതുപോലെ തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഒണിയൻ കാന്ത എടുക്കണം. അപ്പോൾ കുറച്ച് വാഴത്തത് ബിണ്ടി ഒന്ന് കളറൊക്കെ മാറി ഒന്ന് വാടിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പം അതിന് കോരിയെടുക്കാം ഒരു പാത്രത്തിലേക്ക്. അതിനുശേഷം നമുക്ക് ആ പൊട്ടറ്റോ ഇടാം, ഇതുപോലെ തന്നെ വാട്ടിയെടുക്കാം. അതുപോലെ തന്നെ കാന്തയും അതിലിടാം. ഇതൊരു പൊട്ടറ്റോ ആണ്, ഞാൻ കുറച്ചൊരു പത്തലേക്ക്, അതായത് ഒരു കുറച്ച് കനം കുറച്ച് അരിഞ്ഞത്. ഇത് അതുപോലെ തന്നെ ഒന്ന് കളറൊക്കെ മാറുമ്പോൾ നമുക്ക് എടുക്കാം. ഇതിൽ കൂടെ തന്നെ നമുക്ക് ആ കാന്ത ഇടാം. ഇത് 2 എണ്ണമാണ് ഉള്ളി. ഇതും അതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ഇത് നമുക്ക് എടുക്കാറായിട്ടുണ്ട്. പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കിയാൽ നമുക്കറിയാം. ഇതുകൊണ്ട് മുറിയുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി, മൊരിയൊന്നും വേണ്ട. നന്നായി ഒന്ന് വാടി കുറച്ചൊന്ന് വെന്താൽ മതി. ഇതും നമുക്ക് ഈ പ്ലേറ്റിലേക്ക് തന്നെ എടുക്കാം. ഇതിന് ശേഷം ഇതിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിക്കാം. 1 സ്പൂൺ ഒഴിച്ചാൽ മതി. ഒരു സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകം ഇടാം. അപ്പം നമ്മളൊക്കെ സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ ഇവിടുത്തെ ആൾക്കാർ ജീരകമാണ് കൂടുതൽ ഉപയോഗിക്കുക, നല്ല ജീരകം. അവരെല്ലാത്തിലും മോസ്റ്റ്ലി ഇതിടും, ജീരകം ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടിയിട്ടുണ്ട് ജീരകം. അപ്പം അതിന് ശേഷം ഇതിൽ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, ജിഞ്ചർ ഒരു കഷ്ണം, പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലി ഉണ്ട്, പിന്നെ കുറച്ചൊരു 5-6 പോട്ട്സ് വെളുത്തുള്ളി ഉണ്ട്, പ്ലസ് ഇതുണ്ട് ഗാർലിക് ഉണ്ട്. അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ഇതിലിട്ടൊന്ന് വാട്ടിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അതിനുശേഷം നമുക്ക് കുറച്ച് മസാലയും കൂടി ഇടാനുണ്ട്. ഇതിൽ ഗ്യാസൊന്ന് ചെറുതാക്കേണ്ട വരും. ഇത് മൂത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടണം. 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഹൽദി പൗഡർ മഞ്ഞൾ, പിന്നെ 1 സ്പൂൺ മുളക് പൊടി റെഡ് ചില്ലി പൗഡർ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര എരിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഇതിലിടാം. മുളകിൻ്റെ കുത്തൊക്കെ ഒന്ന് പോയതിന് ശേഷം തക്കാളി ഇടാം. തക്കാളി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെക്കണം.
ടൊമാറ്റോ മുങ്ങാനുള്ള അത്ര വെള്ളം ഒഴിക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി വേണ്ടി വരുന്നതിലേക്ക് നമ്മൾ പിണ്ടിയിലും ഇതിലൊന്നും ഇട്ടിട്ടില്ലല്ലോ ഉപ്പ്. അപ്പോൾ ഈ ഗ്രേവിയിൽ ആവശ്യത്തിനുള്ളത് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇടണം. ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. കഴിഞ്ഞൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാന്ത, പൊട്ടറ്റോ, പിന്നെ ഈ ഭിണ്ടി ഇതെല്ലാം ഇതിലിടുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കുക. ഇതിൽ കുറേ ഗ്രേവി ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെയാവും. അപ്പോൾ മുളകിൻ്റെ കുത്തൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട് ആ ടൊമാറ്റോ വേവിക്കാൻ വെച്ചപ്പോൾ. അപ്പോൾ നന്നായി മിക്സായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ അത് ഇത് ഈ പാത്രത്തിൽ ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഭിണ്ടി ഫ്രൈ തയ്യാറായി. അപ്പോൾ ഇത് 200 ഗ്രാമാണ്, പക്ഷേ അത് വെന്ത് വാടി വന്നപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ഒരു 300 ഗ്രാം ഭിണ്ടി എടുത്താലും നിങ്ങൾക്ക് ബാക്കി ചേരുവകളൊക്കെ അത്ര തന്നെ ചേർത്താലും മതി. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.